when I say Cristiano is not stopping, അത് ഗോൾസിന്റെ കാര്യത്തിൽ മാത്രമല്ല. ഓക്കെ, ആൾ കമന്റ്സിന്റെ കാര്യത്തിലും he is not stopping. After factos, after 4 laughing emojis, പുതിയ വെർഷൻ 3 laughing emojis plus a monkey emoji. My God has his own trouble. Let's go man. സംഭവം എന്താന്ന് ഇനിയും മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് IFFHSന്റെ 2023 ടോപ്പ് 10 പ്ലേയേഴ്സിന്റെ ഒരു ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് 2 സിറ്റുവേഷൻസ്. ഒന്ന്, ടോപ്പ് 10 CR7 ഇല്ല. 2, ലയണൽ മെസ്സി 3-ാം സ്ഥാനത്തുണ്ട്. ആൻഡ് ആ ഒരു പോസ്റ്റിന് താഴെ CR7ന്റെ കമന്റ് ഓൺലി CR7 ഈസ് ബാക്ക്. cheeky boy. ആ ഒരു കമന്റ് ആണ് ഇപ്പോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ തന്നെ മെസ്സി ആൻഡ് CR7 ഫാൻസ് ഫൈറ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. മെസ്സി ഫാൻസ് പറയാണ് ഈ ചെങ്ങായിക്ക് 40 വയസ്സായി, ഇപ്പോഴും കുട്ടികളെ പോലെ ഇത്രക്കും ഇൻസെക്യൂർ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് കമന്റ് ഇടാനൊക്കെ പോണ്ട്, വേറെ എന്തൊക്കെയാ നല്ല കാര്യങ്ങൾ ചെയ്യാന്ന്. ആൻഡ് CR7 ഫാൻസ് റിപ്ലൈ കൊടുക്കുകയാണ്, നിങ്ങൾ ഇത്ര സർപ്രൈസ്ഡ് ആവേണ്ട കാര്യം എന്താ, ഇത് ആദ്യമായിട്ടൊന്നല്ലല്ലോ. ഓൾസോ അവർ ഈ ഒരു കമന്റ് മറ്റേ ഫാക്ടോസിന്റെയും 4 ലാഫിംഗ് ഇമോജിസിന്റെയും പോലെ സെലിബ്രേറ്റ് ചെയ്യാണ്. കാരണം ആ ഒരു അവാർഡ് നോമിനേഷനേക്കാളും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഒരു കമന്റ് ആണ്. സോ അറ്റ്ലീസ്റ്റ് അവർക്ക് അതെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാം. ഇനി എന്റെ ഒപ്പീനിയൻ, ഫസ്റ്റ് ഓഫ് ഓൾ CR7ന്റെ ഈ ഒരു കമന്റിന്റെ ലക്ഷ്യം ആ ഒരു ടോപ്പ് 3 മെസ്സി വന്നതാണോ, അതോ 2023 ടോപ്പ് സ്കോറർ ആയിട്ടും ടോപ്പ് 10 തന്റെ പേരില്ലാത്തത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ ആണോ, എനിക്കറിയില്ല. നമുക്ക് CR7നോട് തന്നെ ചോദിക്കേണ്ടി വരും. എന്താണെങ്കിലും മെസ്സിയും CR7ഉം ആ ഒരു ലിസ്റ്റിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് എന്റെ ഒപ്പീനിയൻ. CR7 സൗദിയിൽ ഇത്രയും ഗോൾ അടിച്ചു എന്ന് പറഞ്ഞിട്ട് വേൾഡ് ഫുട്ബോളിലെ ടോപ്പ് 10 പ്ലേയേഴ്സിനൊന്നും CR7 വരൂല. വരാൻ പാടില്ല. ഗൈസ്, ലെറ്റ്സ് ബി റിയൽ. ഓക്കെ, ഞാൻ സൗദി ലീഗ് ഈസ് ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ വീഡിയോസിലും പറയാറുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ദേ ആർ നോട്ട് ദ സെയിം. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗ്സ് എന്നുള്ളതും സൗദി എന്നുള്ളതും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ദ കോമ്പറ്റീഷൻ ഈസ് ഡിഫറെന്റ്, ദ ഇന്റൻസിറ്റി ഈസ് ഡിഫറെന്റ്, എല്ലാം ഡിഫറെന്റ് ആണ്. ഇറ്റ്സ് നോട്ട് ദ സെയിം. അതുകൊണ്ട് തന്നെയാണ് CR7 2023 ടോപ്പ് സ്കോറർ എന്ന് പറയുമ്പോഴും ഹാളണ്ട്, കെയ്ൻ, എംബാപ്പെ ഇവരുടെ സ്റ്റാറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ലോജിക്കലി കറക്റ്റ് അല്ല എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞത്. മേ ബി യൂറോ 2024 CR7 ഇതേപോലത്തെ പെർഫോമൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 1-ാം സ്ഥാനത്തിന് ഇട്ടോളി, ഒരു ബാലൻഡോറും കൊടുത്തോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ റൈറ്റ് നൗ നോ. ഇനി മെസ്സിയുടെ കേസ്, ആ ഒരു ടോപ്പ് 3 പോയിട്ട് ഈ ഒരു ലിസ്റ്റിൽ തന്നെ മെസ്സി ഉണ്ടാവാൻ പാടില്ല. ലെറ്റ്സ് ബി റിയൽ. നിങ്ങൾ മുന്നേ ഉള്ള ഈ അവാർഡ്സിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തോ. ലീഗ് 1 എന്നൊരു പ്ലെയർ ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അത്രക്കും ടഫാ. അതായത് ലീഗ് 1 ടോപ്പ് സ്കോറർ, ബെസ്റ്റ് പ്ലെയർ, ചാമ്പ്യൻ, ഇങ്ങനെയുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഒരു പ്ലെയർക്ക് ഉണ്ടെങ്കിലേ ഇങ്ങനത്തെ അവാർഡ്സിന് ലീഗ് 1 എന്ന പ്ലേയേഴ്സിനെ നോമിനേറ്റ് തന്നെ ചെയ്യലുള്ളൂ. ആ സമയത്താണ് മെസ്സി PSG അല്ലെങ്കിൽ PSG ക്യാരി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ടോപ്പ് 3 വന്നിട്ടുള്ളത്. പിന്നുള്ളത് ഇന്റർ മിയാമിയാണ്. ഗൈസ്, സൗദി കൗണ്ട് ചെയ്യില്ലെങ്കിൽ MLS കൗണ്ട് ചെയ്യാൻ പാടില്ല. ലെറ്റ്സ് ബി റിയൽ. അല്ലാതെ നമുക്ക് 2 സ്റ്റാൻഡേർഡ് ഒന്നും പറ്റൂല. ലൈക്ക് സീരിയസ്ലി, 2023 മെസ്സിയുടെ സ്റ്റാറ്റ്സിൽ 11 ഗോൾ വരേണ്ടത് അമേരിക്കയിലാണ്. അതൊക്കെ പോട്ടെ, ഇഞ്ചേർഡ് ആയത് കാരണം MLS ഇന്റർ മിയാമിയോടൊപ്പം ആള് ശരിക്ക് കളിച്ചിട്ട് പോലുമില്ല. ഇനി CR7ന്റെ കമന്റ്സ്, കുറെ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാകും, അത് അൺപ്രൊഫഷണൽ അല്ലേ, അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട്ഫുൾ അല്ലേ, അങ്ങനെയൊക്കെ ഒരു താരം ഇത്രക്കും ഫോളോവേഴ്സുള്ള ഒരാൾ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത്. പേഴ്സണലി ഐ ലൈക്ക് ഇറ്റ്. കാരണം നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത് ഈ അത്ലീറ്റ്സ് ആയാലും സെലിബ്രിറ്റീസ് ആയാലും മാക്സിമം കുറക്കാറാണ്. കാരണം അതിൽ നിന്നുള്ള ബാക്ക്ലാഷ് കുറച്ച് വലുതാവും. ഇപ്പൊ മെസ്സി ഫാൻസും ബാക്കിയുള്ള കുറെ ന്യൂട്രൽ ഫാൻസും CR7നെ വിമർശിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാന്നുള്ളത് ഇച്ചിരി ടഫാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ഹോണസ്റ്റ് ആയിട്ട് അവരുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യില്ല. ഫുട്ബോളിൽ തന്നെ വളരെ കുറച്ച് ആളുകളാണ് സത്യം ഉള്ള പോലെ തുറന്നു പറയലുള്ളൂ. ഇപ്പോ ജോസെ മൗറീഞ്ഞോ, മേ ബി സ്ലാട്ടൻ, ഇപ്പൊ CR7. ചുരുക്കി പറഞ്ഞ ഐ ഡോണ്ട് റിയലി കെയർ. ഇനി മെസ്സിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു റെസ്പോൺസ് കൊടുക്കുക, ഒരു വേൾഡ് കപ്പ് ട്രോഫിന്റെയും 8 ബാലൻഡോറിന്റെയും ഇമോജി മെസ്സി അതിന്റെ താഴെട്ടോട്ടെ. ഐ ഡോണ്ട് കെയർ, ഇറ്റ്സ് ഫണ്ണി. അറ്റ്ലീസ്റ്റ് അവര് അതാണ് എൻ്റെ ഒപ്പീനിയൻ. ഐ ലൈക്ക് ഇറ്റ്. എനിവേ, ഒരു കൺക്ലൂഷൻ ആയിട്ട് ഇങ്ങനെയുള്ള പല അവാർഡ്സിന്റെയും ക്രെഡിബിലിറ്റി ഫാൻസിന് മുന്നിൽ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡിസേർവിംഗ് ആയിട്ടുള്ള പല പ്ലേയേഴ്സും പല അവാർഡ്സൊന്നും ഒരു കാര്യമില്ലാതെ ഔട്ട് ആവാണ്. മാത്രമല്ല PR എന്നുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ആക്ച്വലി ഡിസേർവ്ഡ് ആയിട്ടുള്ള പ്ലെയർ ആയിരിക്കില്ല പലപ്പോഴും ഈ ലിസ്റ്റിലൊക്കെ വരുന്നത്. അങ്ങനെ നടക്കുന്നുണ്ട്. അത് ഇതിന്റെ ഒരു സത്യാവസ്ഥ തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.